ന്യൂസ് 18 ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റുമാനൂരിൽ ഗാർഹിക പീഡനത്തിന് ഇരയായതിനു ശേഷം 2 പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല അല്ലേ? ഷൈനി ഇപ്പോഴും നമുക്കുള്ളിൽ ഒരു നോവായി അവശേഷിക്കുകയാണ്. ഷൈനി ആത്മഹത്യ ചെയ്ത അതേ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റൊരു ഗാർഹിക പീഡന വെളിപ്പെടുത്തൽ കൂടി വരികയാണ്. മദ്യത്തിന് അടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് 47കാരി. വീടിനുള്ളിലെ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുകയാണ്. 19കാരിയായ മകളെയും ഭർത്താവ് ജോമോൻ മർദ്ദിച്ചു. കോടതിയുടെ ഉത്തരവ് പ്രകാരം ഭർത്താവിന്റെ വസതിയിൽ കഴിയുമ്പോൾ ഭർത്തൃമാതാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. ചൂട് കാലത്തും രാത്രിയായാൽ വൈദ്യുതി വിച്ഛേദിച്ചാണ് ഉപദ്രവം. ഷൈനി അന്തസ്സുള്ള പെണ്ണാണെന്നും അതേപോലെ ആത്മഹത്യ ചെയ്യാനുമാണ് ഭർത്താവ് ജോമോൻ പറഞ്ഞതെന്നും വീട്ടമ്മ ന്യൂസ് 18 വെളിപ്പെടുത്തി. ഞാനെ വിളിക്കാൻ കാരണം എന്നറിയാമോ? അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ മാസം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ലോൺ അടയ്ക്കാനല്ലേ നീ പോയത് തന്നെ അല്ലേ? നീ എന്നോടോ ജോമോനോടോ വൈരാഗ്യം പിടിച്ചിട്ട് ലോൺ അടയ്ക്കാതിരുന്നത് ശരിയല്ല. അല്ലെ നീ അതിനുള്ള പ്രതീക്ഷ. ജോമോൻ കള്ളു കുടിക്കുന്നെന്ന് പറഞ്ഞ് പിന്നെ ചെയ്യാനായിട്ടാ തല്ലിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ നമുക്കിപ്പോ. എന്നും പറഞ്ഞ ആ ലോൺ അടച്ചില്ലെങ്കിൽ അല്ലെ വീടും പറമ്പും വിറ്റിട്ട് ലോൺ അടയ്ക്കാം. എന്തെങ്കിലും ചെയ്യണം. നീ ലോൺ അടച്ച ആരോട് പിണങ്ങിയ ലോൺ അടയ്ക്കാം? എന്നോട് പിണങ്ങിയിട്ട് ഒരു കാര്യമില്ല. നിനക്കറിയാമല്ലോ, 1,85,000 രൂപയ്ക്ക് നീയും കൂടിയാണ് സ്വർണ്ണം പണയം വെച്ചതെന്റെ. നീ എന്നോടൊരു വാക്ക് ചോദിച്ചില്ല. അമ്മ സ്വർണ്ണം എടുത്തോന്ന് പോലും എന്നോട് ചോദിച്ചില്ല. ഞാൻ നിന്നോട് ചോദിച്ചോല്ലോ. നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. എന്റെ സ്വർണ്ണം എടുത്തതാന്ന് പറഞ്ഞു, ഒന്നും ഞാൻ പറഞ്ഞില്ല. നീ ഇവിടെ വന്നപ്പോ നിന്റെ സ്വർണം മൊത്തം നീ എടുത്തു. ഞാൻ അമ്മയുടെ സ്വർണ്ണം എടുത്തോ എന്ന പലിശ അടച്ചോ ഒരു വാക്ക് നീ എന്നോട് ചോദിച്ചില്ല. ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ നിന്നോടോട്ട് പറയത്തുമില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് 3 വർഷം കൊണ്ട് എന്റെ വള വരം വിറ്റിട്ട് ഞാൻ ആ സ്വർണ്ണം പണിയെടുത്തു. നിനക്ക് മനസ്സിലായല്ലോ? അതുകൊണ്ട് നീ വൈരാഗ്യം വെച്ചു ജോമാൻ കള്ളു കുടിക്കുന്നെന്ന് പറഞ്ഞ് നീ ഈ മാസം ലോൺ അടയ്ക്കാതിരുന്നത് വളരെ മോശമായി പോയി. എനിക്ക് അത്രേ പറയാനുള്ളത്. നീ അടച്ചേ പറ്റൂ, അല്ലെ നീ നാട്ടിലോട്ട് തിരിച്ചു പോയി. ഇതിൽ ഏതെങ്കിലും ചെയ്യും. ഒന്നുകിൽ ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും 2 പെൺമക്കളുടെയും ആത്മഹത്യയ്ക്ക് ശേഷം കേരളം ഒരുപാട് ചർച്ചകൾ നടത്തി. അവരുടെ വേദനയ്ക്കൊപ്പം, ആ കുഞ്ഞുങ്ങളുടെ വേദനയ്ക്കൊപ്പം വേദനിക്കുന്നവരായിരുന്നു മലയാളികൾ. ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ മറ്റൊരു 2 പെൺമക്കളുടെ അമ്മയാണ് തൻ്റെ ദുരനുഭവം നേരിട്ട് പറയാൻ ന്യൂസ് 18 ആ വീട്ടമ്മ എന്നോടൊപ്പം ചേരുകയാണ്. അതിക്രൂരമായൊരു മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് ഹസ്ബൻഡ് അമ്മ എന്നും പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഇറങ്ങി പോകാൻ വേണ്ടി. അന്നാണെങ്കിലും മോൾക്ക് എക്സാമിൻ്റെ സമയമായിരുന്നു. ഞങ്ങളുടെ കറണ്ട് ഓഫ് ചെയ്യുകയാണ് അമ്മ വന്ന്. പുള്ളിക്കാരൻ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരികയും ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരികയും എന്നിട്ട് മോളോട് പറയുന്നത്, നിന്നെ ഞാൻ വിടില്ല, ഞാൻ ജയിലിൽ പോയാലും നിന്നെ ഞാൻ പുറത്ത് വിടില്ല എന്ന്. പിന്നെ മദർലോയും വന്നിരുന്നു. മദർലോ വന്നിട്ട് പറഞ്ഞേക്കുന്നത്, എൻ്റെ മകന് നിന്നെയും മക്കളെയും വേണ്ടടി, പിന്നെ എന്തിനാ നീ ഇവിടെ കിടക്കുന്നത്, ഞങ്ങൾ നിന്റെ സ്വത്തല്ല ഞങ്ങൾ എൻ്റെ മകൾക്ക് കൊടുത്തു, ഇനി നിനക്ക് ഇവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല, നീ മക്കൾ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ അശ്ലീലമാണ് പിന്നെ പറയുന്നത്. അമ്മ അത്രയും തന്നെയല്ല, അശ്ലീലം പറയും. മോളുടെ മോളെയും പറയും, മൂത്ത മോളെ പറയുന്നത് അമ്മയും മകനും, അതായത് മോളുടെ അച്ഛനും പറയുന്നത് മോള് പോയി. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് ഒരമ്മ എന്ന നിലയിൽ ഞാൻ അത് പറയില്ല. അത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് മാത്രമേ വിഷമം വരുള്ളൂ. ഈ ആത്മഹത്യ ചെയ്തുകൂടെ എന്ന് അതെപ്പോഴും മദർലോ പറയുന്നത്, നിനക്ക് നാണമില്ലല്ലോടി ഇവിടെ നിൽക്കാനായിട്ട്, നാണം കെട്ടവളെ, എൻ്റെ മകളുടെ വീട്ടിൽ എൻ്റെ മകൾ 45 ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുത്തതാടി, നാണം കെട്ടവളെ, നീ പോയി ആത്മഹത്യ ചെയ്തി മക്കളെയും കൊണ്ട്, നാണമില്ലാതെ നിൽക്കുന്ന എൻ്റെ മകന് വേണ്ടാത്തവളല്ലേ നീ, പിന്നെ മകന് വേണ്ടാത്ത നീ. ഷൈനിയുടെ സംഭവം ഉണ്ടായ ശേഷം ഇങ്ങനെ പറഞ്ഞു. ഷൈനിയുടെ സംഭവം ഉണ്ടായതിനു ശേഷം പറയുന്നത്, ഷൈനിയെ കണ്ടു അന്തസ്സുള്ള പെണ്ണാണ്, അവളെ പോലെ പോയി നീ കൊച്ചുമായിട്ട് വല്ല ട്രെയിനിന്റെ അടിയിൽ പോയി. ജോമോന്റെ അമ്മയുമാണ് പറയുന്നത് കേട്ടോ. ഇത് എന്നെ പക്ഷെ ഇപ്പോഴും എൻ്റെ അവസ്ഥ ഏകദേശം ഷൈനിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാണ് അവരെന്നെ. അല്ലാതെ ഞാൻ, കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടതാണ് സാമ്പത്തികം, അത് മൊത്തം അവരെടുത്തു. പിന്നെ ഷട്ടർ സമാധാനമായിട്ടുള്ള അതില്ല, അവിടെ ഞങ്ങൾ താമസിക്കുന്നു എന്നേ ഉള്ള ഒരു മുറിക്കകത്ത്. ഷൈനി അന്തസ്സുള്ള പെണ്ണാണ്, ഷൈനിയെ പോലെ ആയിക്കൂടെ എന്നാണ് ഈ അമ്മയും മകനും ഈ സ്ത്രീയോട് ചോദിക്കുന്നത്. കൊച്ചു കുട്ടികളാണ് ഉള്ളത്. 13 വയസ്സുള്ള ഇളയ മകളാണിപ്പോൾ
ഈ അമ്മയ്ക്കൊപ്പമുള്ളത്. കയ്യിലുള്ളതെല്ലാം കവർന്നെടുത്ത ശേഷമാണ് ഇത്രയും വലിയൊരു ക്രൂരത ഈ വീട്ടമ്മയോട് ഫലത്തിൽ കാണിക്കുന്നത്. എന്ത് പരിഹാരമാണ് സർക്കാരിന് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കൊക്കെ ഇത്തരം മനുഷ്യരെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ജി ശ്രീജിത്താണ് ഈ വാർത്ത നമ്മളിലേക്ക് എത്തിച്ചത്. ജി ശ്രീജിത്ത് തന്നെ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. 47-കാരിയായ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്രയോ കാലങ്ങളായി അവരനുഭവിക്കുന്ന കൊടിയ പീഡനമാണ് ഒടുവിൽ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഷൈനിയെ പോലെ ആത്മഹത്യ ചെയ്യാനാണ് ആ വീട്ടുകാർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ വലിയൊരു നിസ്സഹായ അവസ്ഥയാണ് അല്ലേ? നിയമപരമായി എപ്പോഴെങ്കിലും ഈ വീട്ടമ്മ മുന്നോട്ട് പോയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ, ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ഈ വീട്ടമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ അവർ ആലോചിക്കുന്നത്? അതെന്തെങ്കിലും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടോ? തീർച്ചയായും നിയമപരമായ പോരാട്ടം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് 2 തവണ ഈ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ അമ്മയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ശേഷവും ഇതൊക്കെ തന്നെയാണ് തുടരുന്നത്. അത് ശാരീരികാക്രമണം നേരിട്ടല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ്. ഈ കറണ്ട് ഓഫ് ചെയ്യുന്നതെല്ലാം സമീപ ദിവസങ്ങളിൽ ഉണ്ടായതാണ്. മാർച്ച് 15-നുണ്ടായ സംഭവം കൂടിയാണ്. അന്നാണ് ഈ ആര്യ വീഡിയോ കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു തെറി വിളിച്ചുകൊണ്ടാണ് ഈ അമ്മായിയമ്മ ഈ മകളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉള്ളത്. അതായത് മകളുടെ പരീക്ഷാ സമയമാണ്. ഇളയ മകളാണ് ആ വീട്ടിലുള്ളത്. അവൾക്ക് 13 വയസ്സുകാരിയാണ്. മൂത്ത മകൾ ഒരു 3 മാസം മുൻപ് അവളെയും ആക്രമിച്ചിരുന്നു. അവളിപ്പോൾ നിലവിൽ ഇവർ ലോൺ എടുത്ത് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് പഠനത്തിനായി. അവൾക്കും കഴുത്തിനും മറ്റും മുറിവേൽക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. അതായത് ഈ പിടിവലിക്കിടയിലും ഈ പിതാവ് തന്നെ മർദ്ദിക്കുകയാണ്. ആ ദൃശ്യമാണ് ആ കുട്ടി തന്നെ വിവരിക്കുന്നത്. അതിൻ്റെ ഒരു സ്വകാര്യതാ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത് പൂർണ്ണമായും നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്തത്. അതായത് തുടർച്ചയാണ്. ഈ വീട്ടമ്മ വർഷങ്ങളായി വിദേശത്ത് പലയിടങ്ങളിൽ, ഇസ്രായേലൊപ്പം തന്നെ ഇറ്റലി, അങ്ങനെ പല രാജ്യങ്ങളിൽ ജോലി ചെയ്ത് നേഴ്സായിരുന്നു. ജോലി ചെയ്താണ് ഈ വീട്ടിലേക്ക് വേണ്ട പണമെല്ലാം അയച്ചു കൊടുത്തിരുന്നത്. ഈ ഭർത്താവ് അവരെ ജോലിക്ക് വിട്ട് ഇവിടെ സുഖമായി മദ്യപിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പണം ഇടയ്ക്ക് നൽകാതെ വന്നതാണ് ഈ പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ സൃഷ്ടിച്ചത്. അതാണ് ഈയൊരു അമ്മായിയമ്മ തന്നെയാണ് ചോദിക്കുന്നത്, ലോൺ അടച്ചില്ലേ, പിന്നെ നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, നീ തിരിച്ചു വരൂ എന്ന്. ഇവർക്കിടയിലുള്ള തർക്കമാണ്, ഗാർഹിക പ്രശ്നമാണ്. പക്ഷേ അതിനിടയിൽ മർദ്ദനമുണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഒന്ന്. അത് മകൾക്കെതിരെയും, 19 വയസ്സുകാരിയാണ് മൂത്ത മകൾ, അവൾക്കെതിരെയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു ഗതികേട് ഈ വീട്ടമ്മ ഇപ്പോൾ പറയുന്നത്, ഇതിൽ നിയമപരമായ പോലീസിനെ വിളിക്കുമ്പോൾ പോലീസ് ഓടിയെത്തുന്നുണ്ട്, പല ഘട്ടങ്ങളിലും പോലീസ് ഇടപെടുന്നുണ്ട്. കോടതി സംവിധാനം ഇടപെട്ടുകൊണ്ടാണ് ഈ വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ താമസിക്കുമ്പോഴാണ് ഈ അമ്മായിയമ്മ, അതായത് ഭർത്തൃമാതാവ്, ഈ കറണ്ട് ഓഫ് ചെയ്യുക. അതായത് വീട്ടിൽ താമസിക്കുന്നവർക്ക് അവർക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഇവർ കറണ്ട് ഓഫ് ചെയ്യുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. അത് ഈ ചൂടുകാലത്ത് ഒരു ദിവസം വൈദ്യുതി ഇല്ലെങ്കിൽ എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയും എന്ന ചോദ്യം ഓരോ മലയാളിക്കും അറിയാവുന്നതാണ്. അതിന് ഉത്തരം ആ അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ക്രൂരത കൂടി നടത്തുന്നത് എന്നുള്ളതാണ്. കോടതി സംവിധാനങ്ങളിൽ കേസുകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഈ കേസുകൾക്കുള്ള കാലതാമസം വളരെ വലുതാണ്. നമുക്കറിയാം, ഒരു ഡിവോഴ്സ് കേസൊക്കെ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് അതിൽ പല നടപടികളും ഉണ്ടാകുന്നത്. അവിടെയാണ് ഇത്തരം വീട്ടമ്മമാർ ദുരിതം അനുഭവിക്കുകയും അവർ നീറിപ്പുകഞ്ഞ് ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമാണ് ഷൈനിയും. ഏതാണ്ട് 10-15 വർഷം നീണ്ട പോരാട്ടമായിരുന്നു. ഭർത്താവിൽ നിന്നുണ്ടായ, നോബിയിൽ നിന്നുണ്ടായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു. പിന്നെയും പലതരത്തിൽ പീഡനം, അവരെ വിടാതെ പിടികൂടുന്നു, പിന്തുടർന്ന് ഇത്തരം ദ്രോഹങ്ങൾ ചെയ്യുന്നു. അപ്പോഴാണ് അവർ ജീവിതം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിയത്. സമാനമായി ഷൈനിയെ മാതൃകയാക്കിക്കൂടെ, ഷൈനി അന്തസ്സുള്ള പെണ്ണാണ് എന്ന് പറഞ്ഞിട്ടാണ്, അതായത് ഈ മരിക്കുന്നത് സ്വന്തം 2 കുഞ്ഞുങ്ങളുമായി ഈ റെയിൽവേ ട്രാക്കിൽ മരിച്ച ഷൈനിയുടെ ഒരു ഗതികേടിനെയാണ് ഇവർ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരുടെ, ഈ വീട്ടമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വേഗത്തിൽ കേസ് നടപടികൾ ഉണ്ടാകും. ഇപ്പൊ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പരാതി നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹം അത് താഴേക്ക് അയച്ചു കൊടുത്ത് തുടർ നടപടി സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പോലീസിനെ
ഇവർ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ടോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിക്കുന്ന സമയത്ത് പോലീസ് ഓടി എത്തുന്നുണ്ട്. പക്ഷേ ഇത്തരക്കാർ ഇപ്പോഴും പെട്ടെന്ന് ജാമ്യം കിട്ടുന്നു, പുറത്തിറങ്ങുന്നു, വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വീട്ടിൽ ഈ ഭർത്താവായ ജോമോന് നിൽക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് രഹസ്യമായി വരുന്നു. അദ്ദേഹവും ഈ അമ്മയും ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നടത്തുന്നു. ഈ ഭർത്താവിൻ്റെ സഹോദരിമാർ വിദേശത്താണുള്ളത്, അവരും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ, രേഖ അങ്ങനെയൊക്കെയാണ് ഇവർ പേര് പറയുന്നത്. അവരൊക്കെ ചേർന്നുകൊണ്ട് ഈ സ്വത്തുൾപ്പെടെ, അതായത് ഇവരാണ് ഈ വീടിൻ്റെ റിനോവേഷൻ വർക്കുകൾ, നവീകരണ പ്രവർത്തനങ്ങളെല്ലാം ലക്ഷങ്ങൾ മുടക്കി ഈ വിദേശത്തുള്ള സമയത്ത് ചെയ്യുന്നത്. അത് ഈ മകൻ്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആദ്യം അമ്മയുടെ പേരിൽ എഴുതി വാങ്ങുകയും തുടർന്ന് അമ്മ മൂത്ത മകൾക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ വീട്ടമ്മ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു വീടിനുള്ളിൽ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് എന്നുള്ളത് ഫലത്തിൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഞെട്ടിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനൊരു കുടുംബ ജീവിതം എന്ന് ഫലത്തിൽ ചോദിക്കുന്ന നിലയിലേക്ക്, ഇങ്ങനെയൊക്കെയാണ് ഒരു കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയാവുന്ന ഭർത്താവും ഭർത്തൃമാതാവും ഒക്കെ ചെയ്യുന്നത് എന്ന ചോദ്യം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ചോദിക്കുന്നത്. ഷൈനിമാരെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം. തീർച്ചയായും ശ്രീജിത്ത് തുടരുക. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ അയൽപക്കത്തെ വീടുകളിൽ ഇതാണോ നടക്കുന്നത് എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകും. ഇത്രത്തോളം ക്രൂര മനസ്സുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടോ എന്നുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് തുടക്കത്തിൽ തന്നെ എത്തിച്ചതാണ്. ഈ വീട്ടമ്മയെ ഉപദ്രവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് വെളിപ്പെടുത്തലുമായി ആ വീട്ടമ്മ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. This is a daily routine. I got bruises all over my neck. നിനക്ക് കരളയാ കൊടുക്കുന്നത് സൂക്കാനായിരിക്കും. പൈസ പോലും ഇല്ല. കഴിഞ്ഞ മാസം 1750 രൂപ കരളയാ. എനിക്ക് സൂക്കാണ് എല്ലാ കൊടുക്കണം. This is a daily routine. I got bruises all over my neck. നിനക്ക് കരളയാ കൊടുക്കുന്നത് സൂക്കാനായിരിക്കും. പൈസ പോലും ഇല്ല. കഴിഞ്ഞ മാസം 1750 രൂപ കരളയാ. എനിക്ക് സൂക്കാണ് എല്ലാ കൊടുക്കണം. This is a daily routine. I got bruises all over my neck. ഇതാ വീട്ടിൽ നടക്കുന്ന ദിവസേന നടക്കുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ് ആ വീഡിയോയിൽ. 19കാരിയായ മകളാണ് ആ വീഡിയോ ചിത്രീകരിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മകൾ പറയുന്ന കാര്യവും അതുതന്നെയാണ്. ഈ വീട്ടിൽ ദിവസവും നടക്കുന്ന കാര്യമാണ്. ആ മകൾക്കും ഈ അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്, മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരന്തരമായി ആ അമ്മയും മകളും ആ വീട്ടിൽ ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന്, മാനസികവും ശാരീരികവുമായുള്ള പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും ഈ വീട്ടമ്മ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, കൃത്യമായി പോലീസ് ഇടപെട്ടിട്ടുണ്ട്, കോടതി മുഖേനയൊക്കെ ഈ നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുകയാണ്. പക്ഷേ ഈ നിയമ സംവിധാനത്തെ അടക്കം നിരന്തരം വെല്ലുവിളിക്കുകയാണ് ഈ ഭർത്താവും ഭർത്തൃമാതാവും ഒക്കെ. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഈ വീട്ടമ്മയ്ക്ക് സുരക്ഷ ഒരുക്കാം എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നില്ലേ? എന്താണ് ഈ വീട്ടമ്മയുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം? ആ വീട്ടിൽ തന്നെ തുടരണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ മറ്റൊരു വീടോ മറ്റൊരു സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കി നൽകണം, അതിനാരെങ്കിലും സഹായിക്കണമെന്നോ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ സഹായിക്കണം എന്നുള്ളൊരാവശ്യമാണോ മുന്നോട്ട് വെക്കുന്നത്?
തീർച്ചയായും ആ വീട്ടിൽ സുരക്ഷ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. കാരണം അവർ പണം ചെലവാക്കി നിർമ്മിച്ച ഒരു വീട് കൂടിയാണ്. അവർ നവീകരണത്തിനടക്കം ഏതാണ്ട് ലക്ഷങ്ങൾ ചെലവിട്ടൊരു വീടാണ്. ആ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒന്നത്, അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അത്രയും പ്രായമായിട്ടുണ്ട്. മാത്രമല്ല അതിഗുരുതരമായ ക്യാൻസർ സാഹചര്യമാണുള്ളത്. അത് അമ്മയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ വീട്ടിലെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കുന്നത് എന്നുള്ളത് അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇവരിടയ്ക്ക് പോയി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ വീട്ടിൽ തന്നെ, അതായത് ഇവർ പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് കോടതിയാണ് തീരുമാനിച്ചത് ഇവർ ആ വീട്ടിൽ കഴിയട്ടെ എന്ന്. ഈ നാട്ടിലെ കോടതി തീരുമാനിച്ചൊരു വിഷയത്തിലാണ് കോടതി ഇടപെട്ട് പ്രൊട്ടക്ഷൻ നൽകിയാണ് ഫലത്തിൽ ഈ വീട്ടിൽ താമസിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ക്രൂരത നടത്തുന്നത്. സ്വാഭാവികമായും കോടതികൾ ഇടപെടേണ്ട അല്ലെങ്കിൽ നിയമപരമായി പരിഹാരം ഉണ്ടാകേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. സധൈര്യം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിനോട് ഫൈറ്റ് ചെയ്ത് ഒളിച്ചോടി പോവുക എന്നൊരു തീരുമാനമല്ല അവർ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതി ഉണ്ടായിരുന്നു, 2 ദിവസം മുൻപും കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നിനക്ക് എന്താണ് അവിടുന്ന് കോടതിയിൽ നിന്ന് കിട്ടിയത് എന്നുള്ള നിയമ സംവിധാനത്തെ പരിഹസിക്കുന്ന ഒരു ഏതാണ്ട് 74-76 വയസ്സ് ഇടയ്ക്കാണ് അവർക്ക് പ്രായമുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരാണ് ഈ ചീത്ത വിളിക്കുന്നത്. ഈ 13 വയസ്സേ ഉള്ളൂ ഇളയ മകൾക്ക്. അവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഈ ചീത്ത വിളിച്ചുകൊണ്ട് ഇതെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നുള്ളത്. തീർച്ചയായും നിയമപരമായ വളരെ വേഗത്തിലുള്ള ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് ഒരുപാട് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വീട്ടമ്മയുടെ പ്രധാന പരാതി. ഒരുപാട് കഴിഞ്ഞാണ്, അതായത് ഇവർക്ക് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞൊരു നീതി എന്നൊരു നീതിക്ക് വലിയ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടികൾ ഇത് തുടരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ 15-നും ഈ സംഭവം, ഈ അക്രമം ഉണ്ടായ ശേഷം ഇയാളെ പിടികൂടിയിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ പിന്നീട് പുറത്തിറങ്ങുന്ന, ഒരു ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തിയാൽ, ഒരു വീട്ടിനുള്ളിൽ വെട്ടിക്കൊലപ്പെടുത്തിയാലാണ് കൂടുതൽ വലിയ ക്രൈമായി അത് മാറുന്നത്. അത് നിയമത്തിന്റെ പരിമിതിയാണ്. നിരന്തരം ഇത്തരം അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നവർ, അത് ഭർത്താവിൽ നിന്നാണെങ്കിലും അവർക്ക് കിട്ടുന്ന ശിക്ഷ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിമാൻഡ് കാലയളവൊക്കെ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി പോരുക എന്നുള്ളത് സംഭവിക്കുന്നത് അത് ഈ സംവിധാനങ്ങളുടെ ഒരു പരിമിതിയായി കൂടി ഫലത്തിൽ കാണേണ്ടി വരും. തീർച്ചയായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അത്തരം ഇടപെടലുകളാണ് ഇവരുടെ സുരക്ഷയ്ക്ക് ഫലത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. വനിതാ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇതിൽ ഇവരെ ഇടപെടാൻ, ഇവരെ സഹായിക്കാൻ കഴിയുക എന്നൊക്കെയുള്ള നിയമപരമായ പരിഹാരങ്ങൾ ഉണ്ടാകേണ്ടതുമുണ്ട്. തീർച്ചയായും അത്തരം നടപടികൾ ഫലത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് നിയമപരമായ കാര്യങ്ങളിലടക്കം വേഗം ഉണ്ടാകും. ഇപ്പോൾ ഓരോ തവണയും കേസ് വിളിക്കുമ്പോൾ പിന്നീട് മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ച് മുന്നോട്ട് പോകുക, അത് സാധാരണമാണ്. നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സാധാരണമായ രീതിയാണ്. പക്ഷേ അതിൽ വേഗത ഇത്തരം സംഭവങ്ങളിൽ പോലും ഫലത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രതിസന്ധി. മറ്റുള്ളത് തീർച്ചയായും ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്ക് വളരെ വേഗം പുറത്ത് വിലസി നടക്കാൻ കഴിയുന്നു എന്നുള്ളതും നമ്മുടെ ഒരു നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പരിമിതിയാണ്. തീർച്ചയായും അവർ പോലീസിനെയോ കോടതി സംവിധാനങ്ങളെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. അത് അവർക്ക് അറിയാം. പോലീസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്രയോ തവണ ഇടപെട്ടിരിക്കുന്നു. എത്രയോ തവണ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി വീട്ടിലെത്താറുണ്ട്. ടോൾ ഫ്രീ നമ്പറിനെ കുറിച്ച് അവർ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർ ഇപ്പുറത്ത് ഒരു വശത്തുകൂടി ദുരിതം അനുഭവിക്കുകയാണ്. എങ്ങനെയാണ് അതുകൊണ്ട് അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായും നിയമ സംവിധാനങ്ങൾ ആലോചിച്ച് കണ്ടെത്തേണ്ട ഒരു ഉത്തരമാണ്. തീർച്ചയായും ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമ്മുടെ അധികാരികൾക്ക് മുന്നിലേക്ക്, അധികൃതർക്ക് മുന്നിലേക്ക് ഈ വിഷയം, ഈ വീട്ടമ്മയുടെ ദുരവസ്ഥ മുന്നോട്ട് വെക്കുകയാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ നടപടിയെടുക്കേണ്ടതാണ്. നിയമപരമായ പോരാട്ടം എത്രയോ കാലമായി ആ വീട്ടമ്മ നടത്തുന്നുണ്ട്. കോടതി മുഖേന തന്നെയാണ്, കോടതി ഇടപെട്ട ഉത്തരവിന്റെ പിൻബലത്തിൽ തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നിരന്തരമായി ആ 13-19 വയസ്സുള്ള
മക്കൾക്കൊപ്പം ആ വീട്ടമ്മ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് ആ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം നമ്മുടെ സംവിധാനങ്ങൾക്ക്, അധികൃതർക്ക് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമോ ആ തരത്തിലൊരു ഇടപെടലാണ് അവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ ആ വീട്ടമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കുന്ന സമയത്തൊക്കെ അവർ ഓടിയെത്താറുണ്ട്. അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഭർത്താവിനെ കൊണ്ടുപോയിട്ടുമുണ്ട്, ജോമോനെ കൊണ്ടുപോയിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥകളൊക്കെ അത്തരത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി വീണ്ടും ഇവരെ ആക്രമിക്കുന്ന, ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. നിയമ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെടുത്തണം. ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ വളരെ കർക്കശമായ നിയമങ്ങൾ വരണം എന്നൊക്കെ നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് കാലാനുസൃതമായി ഉണ്ടാകേണ്ട കാര്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമോ അത് എത്രയും പെട്ടെന്ന് എടുക്കേണ്ടത് അനിവാര്യതയാണ് എന്നുള്ളതാണ് ന്യൂസ് 18 ഓർമ്മിപ്പിക്കുന്നത്.